സിനിമാ സംബന്ധമായ ഒരുപാട് ചടങ്ങുകൾ പലപ്പോഴും സംബന്ധിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പുതുമയുള്ളതും അഭിമാനമുള്ള ഒരു നിമിഷമാണ്. മോഹൻലാലിനെക്കുറിച്ച് സാനുമാഷ് എഴുതിയൊരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ലാലും ഞാനുമായിട്ടുള്ള ബന്ധം വളരെ മുമ്പേ തുടങ്ങിയതാണ്. കുറുക്കൻ്റെ കല്യാണം എന്ന എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു ചെറിയ വേഷം, ഒരു പങ്ക് മോഹൻലാൽ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നോട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒന്നിച്ച് ഒഴുകുന്ന ഒരു സൗഹൃദ നദിയാണ് ഞങ്ങളുടേത്. പക്ഷേ സിനിമയിലുള്ള പലരും ലാലിനെ പറ്റി പറയാറുണ്ട്, സിനിമ കാണുന്ന ആസ്വാദകർ പറയാറുണ്ട്, അവരെഴുതാറുണ്ട്. പക്ഷേ MK സാനുവിനെ പോലെ, സാനുമാഷെ പോലുള്ള ഒരു വ്യക്തി മോഹൻലാലിനെ കുറിച്ചൊരു പുസ്തകം എഴുതുമെന്ന് എന്നത് തന്നെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത്. ധാരാളം അവാർഡുകൾ നമുക്കറിയാം, സംസ്ഥാന അവാർഡുകളും ദേശീയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ സാനുമാഷെ പോലൊരാൾ, അത് സാഹിത്യത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള, തൻ്റെ വാക്കുകൾ കൊണ്ട് മൂർച്ചയും തലോടലും നടത്താറുള്ള സാനുമാഷ് മോഹൻലാലിനെ കുറിച്ച് എഴുതിയെന്ന് കേട്ടത് എനിക്ക് ആദ്യം അതാണ് എൻ്റെ അതിശയമായിരുന്നു. കാര്യം അത് വലിയ സന്തോഷമാണ്. കാര്യം എൻ്റെ കൂട്ടുകാരനെ പറ്റിയിട്ട് സാനുമാഷ് അങ്ങനെ എഴുതി എന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് ആ പുസ്തകം കുറേ വായിച്ചത്. അത് വളരെ ലളിതമായ ഭാഷയിൽ മാഷ് ആത്മാവ് കൊണ്ട് എഴുതിയിട്ടുള്ള വാക്കുകളാണത്. മോഹൻലാലിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അമിതമാവും. കാരണം എല്ലാവർക്കും മോഹൻലാൽ അറിയാം, അത്രയും പ്രിയപ്പെട്ടവനാണ് മോഹൻലാൽ. എൻ്റെ ഇന്ന് സംവിധാനം ചെയ്യുന്ന എൻ്റെ മക്കൾ അഖിൽ സത്യനും അനൂപ് സത്യനും കുട്ടികളായിരുന്ന കാലത്ത് ഞാൻ ലാലില്ലാത്ത ചില സിനിമകൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അച്ഛൻ്റെ അടുത്ത സിനിമയിൽ മോഹൻലാലാണോ? ഞാൻ പറഞ്ഞാൽ അല്ല, ജയറാമാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നടനാണ്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവരെന്നോട് മിണ്ടാറില്ല. കാരണം അവരത്രയും അന്ധമായി ആരാധിക്കുന്നതാണ് ലാലിനെ. ഈ കഴിഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഒരു അനുഭവം പറയാം. ഒരു ഡോക്ടർ, തൃശ്ശൂരിലെ വളരെ വിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി കുടുംബസമേതം ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്നു. എൻ്റെ ഫാമിലി സുഹൃത്താണ്. ആ ലാലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറി നിന്നിട്ട് എൻ്റെ അടുത്ത് സ്വകാര്യം പോലെ പറഞ്ഞു, ഇതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ധന്യ നിമിഷമാണ്. കാരണം 10ാം ക്ലാസ്സിൽ അന്ന് റാങ്ക് സമ്പ്രദായമുള്ള സമയമാണ്. അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട്, സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ട് അവർ അച്ഛൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് എനിക്ക് മോഹൻലാലിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നായിരുന്നു. അന്ന് മോഹൻലാലിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത ആ 10ാം ക്ലാസ്സിൻ്റെ ഫോട്ടോ അവരെന്നെ കാണിച്ചു. പിന്നീട് അവരുടെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മോഹൻലാൽ അങ്ങനെ തന്നെയാണ്. മോഹൻലാലിന് മാറ്റങ്ങളൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഇതിൽ മാത്രമല്ല, അഭിനയത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവാത്ത സുഹൃത്ത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിണങ്ങാൻ സമ്മതിക്കാത്ത സുഹൃത്താണ്. ഞാൻ പലപ്പോഴും പിണങ്ങാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, നടന്നിട്ടില്ല. കാര്യം ലാലിൽ അത് ഏൽക്കാറില്ല. പിന്നെ ഇവിടെ ഡോക്ടർ ആനന്ദ്കുമാർ പറഞ്ഞു, അതൊരു വലിയ വാസ്തവമാണ്. ഞാനത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കും. കാര്യം ദൈവാനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. ലാല് പോലും അറിയാതെ ലാലിൽ കിട്ടിയിരിക്കുന്ന സിദ്ധിയാണ് അഭിനയം എന്ന് പറയുന്നത്. ഒരിക്കൽ ഫാസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മോഹൻലാലിനെ അറിയുമെന്നറിയില്ല, മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു ലെങ്തി ഡയലോഗ്, ഒന്നുകിൽ നകുലൻ അല്ലെങ്കിൽ ഗംഗ, ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടേ പറ്റുമെന്നൊക്കെ പറഞ്ഞ ഒരു ലെങ്തി ഷോട്ട് എടുത്തു കഴിഞ്ഞ ഉടനെ ഫാസിൽ ലാലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, നമുക്ക് ഒന്നുകൂടി എടുക്കാം. ലാൽ പറഞ്ഞെടുക്കാം. എന്താണ് കാരണം? അപ്പോൾ ഫാസിൽ പറഞ്ഞു, ഇടയിൽ കുറച്ച് ലാഗ് ചെയ്തിരുന്നു എന്ന് എനിക്ക് സംശയം. ലാൽ ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ ആവശ്യത്തിൽ കൊടുത്ത ഡയലോഗിന് ഗ്യാപ്പ് ഇട്ടിരുന്നു എന്ന് എനിക്കൊരു സംശയം. ലാൽ പറഞ്ഞു, എടുക്കാം, എനിക്ക് അറിഞ്ഞൂടാ. പാച്ചിക ആക്ഷൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ കട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. ആ ഒരു വാചകത്തിൽ ഫാസിൽ പറഞ്ഞു, ഇനി രണ്ടാമത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. പാച്ചിക്ക് ആക്ഷൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുള്ളൂ, പിന്നെ ഞാൻ അഭിനയിക്കുകയായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല, തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. അത് അവനവൻ അറിയാതെ ചെയ്യുന്ന ഒരു പ്രകടനമാണ്. അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് 100 അനുഭവങ്ങൾ പറയാറുണ്ട് ലാലിനെ പറ്റി. ലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണെന്ന് ഞാൻ പറയാറുണ്ട്. മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തി നിങ്ങൾ കാണുന്ന പല സീനുകളും ആദ്യം കണ്ട ഞാനല്ലേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് എന്നൊക്കെ പറയുന്നത്, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ. അതൊക്കെ ആദ്യം കേട്ടത് ഞാനാണ്, ഞങ്ങളുണ്ടാക്കിയതാണെങ്കിൽ തന്നെയും. അതുപോലെ തന്നെ ലാലിൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില മിസ്റ്റേക്സ് പോലും നമ്മൾ കറക്റ്റായിക്കപ്പെടും. ഇപ്പോൾ സന്മനസ്സുള്ള ഒരു സമാധാനം എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും, ശ്രീനിവാസൻ ഈ വാടക വീട് ഒഴിപ്പിക്കാൻ വേണ്ടി മോഹൻലാൽ ഈ ഗോപാലകൃഷ്ണൻ പണിക്കർ എന്നുള്ള
കഥാപാത്രം ശ്രീനിവാസനെ കൊണ്ടുവരുന്ന ജീപ്പിൽ കൊണ്ടുവരുന്നൊരു സീനുണ്ട്. മോഹൻലാലും ശ്രീനിവാസനും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന സീനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്കിൽ ജീപ്പിൽ നിന്ന് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ചാടി ഇറങ്ങുമ്പോൾ ഈ ഷൂ അതുവരെ യൂസ് ചെയ്യാതിരുന്നതാണ്. ആ ഷൂ തെറ്റിയിട്ട് ഒരു വീഴാൻ പോകുന്നുണ്ടല്ല ശ്രീനിവാസൻ. ഞാൻ ഷോട്ട് കട്ട് ചെയ്തില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു, അഭിനയിച്ചു മോഹൻലാലൊക്കെ. പക്ഷേ ഷോട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ പോലെ അന്ന് മോണിറ്ററൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു, മോഹൻലാലും ചിരിച്ചു, ക്യാമറാമാൻ അടക്കം പറഞ്ഞു രണ്ടാമത് എടുക്കാം. പക്ഷെ അതിമനോഹരമായ ഒരു ഷോട്ടാണത്. ഞാൻ ലാലിൻ്റെ അടുത്ത് ചോദിച്ചു, ലാൽ ചിരിച്ചില്ലേ? ലാൽ പറഞ്ഞു, ഞാൻ ചിരിച്ചു, പക്ഷേ ക്യാമറയിൽ ആ ചിരി കാണില്ല. ലാൽ ചിരിക്കുന്നത് ഞാനും കണ്ടതാണ്. ലാൽ പറഞ്ഞു, ഞാൻ കുടയും ബാഗും ഉപയോഗിച്ച് ആ ചിരി മറച്ചു വെച്ചിട്ടുണ്ട്. സത്യേട്ടൻ ടേക്ക് എടുക്കുമ്പോൾ നോക്കി, അല്ല ഡബ് ചെയ്യുമ്പോൾ നോക്കിയോ, ഞാൻ ചിരിക്കുന്നതിൽ കാണില്ല. മോഹൻലാൽ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ ഷോട്ടാണ് പടുത്തി വെച്ചിരിക്കുന്നത്. വീട് ഒഴിഞ്ഞാൽ മതി, വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ലാൽ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. അത് ഒരു ദൈവാനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ലാൽ അറിയാതെയാണ് ലാൽ നന്നായി അഭിനയിച്ചു പോകുന്നത്. വലിയ മുന്നൊരുക്കങ്ങളൊന്നും ലാൽ നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതുവരെയ്ക്കും നമ്മുടെ അടുത്ത് തമാശ പറഞ്ഞ് വേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ടേക്ക് എന്ന് പറയുന്ന സമയത്ത് ക്യാമറയുടെ മുന്നിൽ നിന്നാൽ ലാൽ മറ്റൊരാളായി മാറുകയാണ്. ലാലിൻ്റെ അഭിനയം കണ്ട് ക്യാമറയുടെ പുറകിൽ നിന്ന് ഞാൻ ചിരിച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു വലിയ ഭാഗ്യങ്ങളാണ്. അപ്പോൾ അത്രയും വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, എനിക്ക് അനുഭവിക്കാൻ തന്ന മോഹൻലാലിനെ കുറിച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന MK സാനു മാഷ് ഒരു പുസ്തകം എഴുതി എന്നുള്ളത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്, സന്തോഷമാണ്. മാഷക്കും ശ്രീ മോഹൻലാലിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.